ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യയുടെ മുറിയിൽ നിന്ന് ഇതുവരെ കാർച്ച കേൾക്കാഞ്ഞിട്ട് അനാമിക ചോദിക്കുകയാണ് അനാമികയുടെ അമ്മയോട്, ഇനി അച്ഛൻ തന്ന മരുന്ന് വല്ലതും വീര്യം കുറഞ്ഞത് വല്ലതും ആകുമോ? അപ്പോൾ സാരമില്ല, മോള് മുറിയിലേക്ക് ചെല്ല, അനി കാത്തിരിക്കുമായിരിക്കും. പിന്നെ അനി കാത്തിരിക്കും. അവൻ കിടന്ന് ഉറങ്ങി കാണും. അവൻ എന്നെ കാത്തിരിക്കുന്ന ഭർത്താവൊന്നും അല്ല, എന്നെ ഒരു ശല്യമായിട്ട് അവൻ കാണുന്നത്. അപ്പോൾ നീ എന്താ മോളെ ഇങ്ങനെ അവനുമായിട്ട് അകന്നകന്ന് പോകുന്നത്? ഞാനല്ലല്ലോ, അവനല്ലേ. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ്റെ ഏട്ടത്തിയും അവൻ്റെ അനിയത്തി ആ മൊട്ടച്ചിയൊക്കെയാ നമ്മളെയൊക്കെ ശത്രുക്കളെ പോലെ കാണുന്നത്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, നിൻ്റെ ഈ സ്വഭാവം മാറ്റണമെന്ന് നിൻ്റെ അച്ഛൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ. അതിന് നമുക്ക് സപ്പോർട്ടായിട്ട് വേണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ കാല് പിടിക്കണോ എന്നും ചോദിച്ചിട്ട് നമ്മുടെ അനാമിക ദേഷ്യപ്പെടുക. അതൊന്നും അല്ല വിഷയം. അവൾ കാണേണ്ട സമയം കഴിഞ്ഞു, ഒന്നും കേൾക്കുന്നില്ല, അതെന്താ സംഭവിച്ചെന്ന് മാത്രം മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമികയും ഈ അനാമികയുടെ അമ്മയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ നയന കിടക്കാനായിട്ട് നയനയുടെ റൂമിൽ വന്നു. ആ സമയത്ത് ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. മുത്തച്ഛൻ്റെ അസുഖം ഭേദമായിട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം, എൻ്റെ കുഞ്ഞ് ഒന്ന് സ്വപ്നം എന്നൊക്കെ ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതായത് നമ്മുടെ നയനയ്ക്ക് ഉറക്കം വരുന്നില്ല, ഈ ഓർമ്മകളിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ്. ആദർശിൻ്റെ അവസ്ഥയും മറിച്ചല്ല, ആദർശിന് ഉറക്കം വരുന്നേയില്ല. ഇതേ സമയം നമ്മുടെ നവ്യയെ തലോടിക്കൊണ്ട് നവ്യയെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അഭിനയമാണ് മൊത്തം. അഭിയുടെ നെഞ്ചിൽ ഇങ്ങനെ നവ്യ കിടക്കുകയാണ്. എന്തായാലും മലയ്ക്ക് പോകുന്നവരെയൊക്കെ മറന്നു പോയിട്ടുണ്ട്, നവ്യയും. അതുപോലെ തന്നെ നമ്മുടെ നവ്യ ഇതുവരെ എന്താ കുറത്തെന്നൊക്കെ ഇവനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നീ എന്താ ഉറങ്ങാത്ത, നീ എന്താ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഒരു കുഴപ്പമില്ല. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കുഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ചോദിച്ചതാ. ദൈവം സഹായിച്ചത് ഇതുവരെ ഒരു ശല്യവും ചെയ്യുന്നില്ല, ഇനി അങ്ങോട്ടേക്ക് ശല്യം ചെയ്യുമോയെന്ന് അറിയില്ല. കുഞ്ഞിൻ്റെ അച്ഛന് എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിൻ്റെ ശല്യമൊക്കെ ഞാൻ അങ്ങോട്ട് സഹിക്കും എന്ന് നവ്യ. ഇവള് കാറാത്ത എന്താ? നിനക്ക് വയറ്റുവേദനയൊന്നും ഇല്ലല്ലോ അല്ലേ? അതിന് ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. അല്ല, ഇന്ന് പുറത്ത് ചുറ്റിയപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത് വയറിനെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഒരു കുഴപ്പമില്ല, നീ സ്നേഹത്തോടെ വാങ്ങിച്ചത് ഭക്ഷണമല്ലേ, അത് കഴിച്ചപ്പോൾ തന്നെ ദഹിച്ചു. ഇതൊക്കെ കാത്തിരിപ്പ് വെറുതെ ആവുന്ന തോന്നുന്നത് എന്നെ എന്താ നീ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരരുത് എന്ന്. നിനക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, എവിടെയെങ്കിലും പോകാനോ മറ്റോ? അപ്പോൾ അമ്പലത്തിൽ പോയാലോ എന്ന് നവ്യ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അതിനെന്താ, പോകാലോ. അല്ല, നീ പറഞ്ഞത് ശരിയാ, ഇപ്പം വയറ്റ് ചെറുതായിട്ട് ഉരുണ്ടുകയറ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഉരുണ്ട് വയറ് പൂട്ടുന്ന വേദന എടുക്കട്ടെ എന്ന് നമ്മുടെ മനസ്സിൽ ആലോചിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, ഹോസ്പിറ്റലിൽ പോകാം. അതിനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല, ഇത് എപ്പോഴും വരുന്ന പോലെ ചെറിയൊരു അസ്വസ്ഥത മാത്രം. കുഞ്ഞ് ചവിട്ടുന്നത് വല്ല ആണോ? അതൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കിടക്കാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ കിടക്കുക. ഇങ്ങനെ കാത്തിരിപ്പുകൾ ഏറുകയാണ് നമ്മുടെ ജലജ, രേവതി, അനാമിക. ഇങ്ങനെ ഓരോരുത്തർ കാത്തിരിക്കുകയാണ്. ഇതെന്താ ഒരു ഇതും കേൾക്കാത്ത അഭിയാണേലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പറയേണ്ടതാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ജലജയും പുറത്തിങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുക കേട്ടോ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇന്ന് ഉറങ്ങാനും പറ്റത്തില്ലല്ലോ. ഇതേ സമയം വേദന തുടങ്ങി നമ്മുടെ ദേവയാനിയാണ് പതുക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കെട്ടിയും തൊട്ടടുത്ത് കിടന്നിങ്ങനെ ഭയങ്കര ഉറക്കാണ്. വയറിന് വേദന, തലയ്ക്ക് വേദന, തല വെട്ടിപ്പൊളുക്കുന്നത് പോലെയൊക്കെ തോന്നുന്നല്ലോ. അമ്മേ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ലൈറ്റൊക്കെ ഇട്ടു. എന്നിട്ട് കെട്ടിയോനെ വിളിച്ചു, ജേട്ടാ എൻ്റെ വയറിന് വേദന എടുക്കുന്നു, എനിക്ക് വല്ലാത്ത വയറുവേദന, വയ്യ ജേട്ടാ, എനിക്ക് തീരെ വയ്യ, എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണം. എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല, എന്തോ ഭയങ്കര വയറുവേദന, തലവേദനയുണ്ട്, നീ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു പുള്ളിക്കാരൻ. എന്തായാലും കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് ദേവയാനിയെയും കൊണ്ട് ജയൻ വന്നു കേട്ടോ. ഈ ഒരു അന്തം വിട്ടുപോയി. അപ്പോൾ ഇതെന്താ പറ്റിയേ? ഇതെന്ത് പറ്റി ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല, പെട്ടെന്നൊരു വിമ്മിഷ്ടവും പരവേശവും ഒക്കെ തോന്നി. അപ്പോഴേക്കും പെട്ടെന്ന് ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ദേവയാനി. അങ്ങനെ ഈശ്വര, പണിയായോ മോളെ, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഛർദ്ദിക്കാനായിട്ട് പോയി ദേവയാനി. അങ്ങനെ ഛർദ്ദിലും തുടങ്ങി. ഇതൊക്കെ പോയി നോക്കി നിൽക്കുക. ഈശ്വര, ഇതെന്താ സംഭവിച്ചത് അമ്മേ എന്നും പറഞ്ഞ അനാമിക.
അങ്ങനെ ഛർദിലൊക്കെ കഴിഞ്ഞ് വന്ന് ദേവയാനി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. ഈ അനാമികയും രേവതിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് പതുക്കെ അനി ഓടി വന്നു. എന്ത് പറ്റി വല്യമ്മ എന്ന് ചോദിച്ചുകൊണ്ട്. മോനെ നീ പെട്ടെന്ന് ആദർശിനെ വിളിച്ചുകൊണ്ട് വന്നേ. അങ്ങനെ അനി ആദർശിനെ വിളിക്കാനായിട്ട് പോയി. വല്ലാത്തൊരവസ്ഥയിൽ ദേവയാനി ഇങ്ങനെ കിടക്കാണ്. എന്തായാലും നമ്മുടെ രേവതിക്ക് അനാമികയ്ക്ക് സംശയം തോന്നി തുടങ്ങി. പാല് കുടിച്ചത് മിക്കവാറും ഇവർ തന്നെ ആയിരിക്കുന്ന. അങ്ങനെ ആദർശിൻ്റെ കഥകിന് പോയി മുട്ടി. ആദർശ് എന്ന് കഥക് തുറന്നു. എന്താടാ പറ്റിയേ? എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മയ്ക്ക് വയ്യ. എന്താ പറ്റിയേ? വല്യച്ഛൻ താഴേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. എന്താ പറ്റിയേ? തീരെ വയ്യ, ഒമിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അയ്യപ്പാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. അപ്പോഴോ ദേവയാനി അയ്യോ വയ്യേ തീരെ വയ്യേ, അയ്യോ വയ്യേ തീരെ വയ്യേ എന്ന് പറഞ്ഞ് പല്ലവിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. മോളെ ഒന്ന് പുറം തിരുമ്മി കൊടുത്തേ. അങ്ങനെ അനാമിക പുറം തിരുമുക. അപ്പോഴേക്കും ജലജ ഓടി വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. ചേച്ചിക്ക് തീരെ വയ്യ. അപ്പോൾ ആദർശം അനിയൊക്കെ വന്നു. അമ്മയ്ക്ക് എന്താ പറ്റിയേ? തീരെ വയ്യ അമ്മയ്ക്ക്. അപ്പോഴേക്കും നമ്മുടെ നയനയും വന്നു. നയനയും കാര്യം ചോദിച്ചു. വല്യമ്മയ്ക്ക് വയ്യ. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും തൽക്കാലം ഇതറിയണ്ട. അനാമികയെ അറിയിക്കരുത്. ആദർശേട്ടാ ഞാനും വരുന്നു എന്നും പറഞ്ഞ് ആദർശും നമ്മുടെ ആദർശിൻ്റെ അച്ഛനും ആദർശും നയനയൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നോക്കിയിട്ട് വായും പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ് അനാമിക. ആദർശിനെ കൊണ്ട് വ്രതം എടുപ്പിച്ച് ഒരുത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ അമ്മായിയമ്മ കിടപ്പിലാകണേന്ന് പ്രാർത്ഥിച്ച് കാണും എന്ന് രേവതി പറഞ്ഞപ്പോഴേക്കും അതിനാ സാധ്യത കൂടുതൽ എന്ന് ജലജ. ഇതൊക്കെ കേട്ടാൽ എനിക്ക് കലി വരുന്നു. ഒരാൾക്ക് വയ്യാതാകുമ്പോൾ ഇങ്ങനൊന്നും സംസാരിക്കരുത്. സംഭവിച്ച കാര്യം തന്നെയല്ലേ പറഞ്ഞത്. ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയില്ല. അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതിനവളെന്തോ പണി പറ്റിച്ചതാ. എൻ്റെ വല്യമ്മയോട് ഇത്തിരി അംഗ സ്നേഹം ഉണ്ടെങ്കിൽ നീ നന്നായി പ്രാർത്ഥിക്കുക, വല്യമ്മയ്ക്ക് ഒരു ആപത്തും വരുത്തല്ലേന്ന്. ഇതിനു മുമ്പ് വല്യമ്മയ്ക്ക് തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അച്ചിരി ആദ്യമായിട്ടാട്ടോ എന്ന് അനി ഇങ്ങനെ പറഞ്ഞിട്ട് കയറി അങ്ങ് പോവാം. ജലജയാണ് വെറുതെ കൊതിപ്പിച്ച് ഇവളുമാർ ഉറക്കവും കളഞ്ഞു. ഇതേ സമയം അനാമിക അമ്മയും വിളിച്ചോണ്ട് അങ്ങ് പോവുക. അമ്മയൊന്നിങ്ങ് വന്നേന്നും പറഞ്ഞ്. എന്തായാലും അവിടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് സീരിയസ് ആണെന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അനാമികയും രേവതിയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പാല് മാറിപ്പോയി. അല്ലെങ്കിൽ പിന്നെ നവ്യയ്ക്ക് പ്രശ്നം ഉണ്ടാവേണ്ടതാണല്ലോ. നവ്യയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. മാരകമായിട്ടുള്ള വിഷം ഉള്ളിച്ചെന്നത്. ജീവനൊന്നും പോവില്ലല്ലോ അമ്മേ. അല്ല ജീവൻ പോവില്ല, പക്ഷേ അത് ഉള്ളിച്ചെന്ന് കഴിഞ്ഞാൽ 2 ആഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നല്ലേ പറഞ്ഞത്. അവളുടെ പടച്ചിലും വെപ്രാളും ഒക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേ വേണ്ട. അവൾക്കും അവളുടെ കുഞ്ഞിനും എന്തോ ഭാഗ്യമുണ്ടെന്നാണ് തോന്നുന്നത്. ദേവയാനി ചേച്ചിക്ക് അത്യാവശ്യം അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബോഡി വീക്കാണെങ്കിൽ അത് അകത്ത് ചെന്നാൽ എന്തോ സംഭവിക്കുമെന്ന് അറിയില്ല. ദൈവമേ, ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് പോലീസ് അന്വേഷണം വന്നാൽ നമ്മൾ കുടുങ്ങൂല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നമ്മളൊന്നും ചെയ്തില്ലല്ലോ. അമ്മ കുടിച്ച പാല് കാച്ചിയത് നയന. നമുക്കറിയാൻ പാടില്ല. നമുക്കിതുമായിട്ട് ഒരു ബന്ധമില്ല. പോലീസ് അന്വേഷണം വന്നാൽ പ്രതി അവൾ തന്നെ, അങ്ങനെ പറയാവുള്ളൂ. പിന്നെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ. വല്ലാത്ത നിരാശയായിപ്പോയി. ഏറെ പ്രതീക്ഷയോടെ നിന്ന് അവൾ കിടന്ന് കരയുന്നത് കാണാൻ. അത് ഒലിച്ചു പോയല്ലോ. അപ്പോഴേക്കും നമ്മുടെ ജലജ മാറി നിന്ന് ആലോചിക്കുക. നിന്നേക്കാളൊക്കെ വലിയ നിരാശയില്ല ഞാനിവിടെ. എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാ. അതൊക്കെ തളച്ചിട്ട് ഇപ്പം മാറി നിന്ന് കരയുക നാണം കെട്ടവളുമാർ. അങ്ങനെ കാഷ്വാലിറ്റിയിൽ ഐസിയുവിലേക്ക് ഈ ദേവയാനിയെ കയറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഭർത്താവ് ഇങ്ങനെ പറയുക, അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അവളോട് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞിട്ടൊന്നും ഇതുവരെ അവൾ പോയൊന്നുമില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അല്ല നമ്മൾ മാലയിട്ട് പോയല്ലോ അച്ഛാ. എന്തായാലും ഇതിപ്പോൾ കുറച്ച് സീരിയസ് ആണല്ലോ. മാലയിട്ട് സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ എന്നൊക്കെ ആദർശ് ഇങ്ങനെ ചോദിക്കുക. എന്തായാലും വരട്ടെ. ഇതേ സമയം നമ്മുടെ അഭിയും ഉറങ്ങാതെ ഇങ്ങനെ കാത്തു കിടക്കുക. ഇവളെന്താ കാറാത്തെ, ഇവളെന്താ അനങ്ങാത്തെ എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് ഇവനാണ് ഒരു ഉറക്കവും ഇല്ല. അവസാനം നമ്മുടെ ജലജ അഭിയെ വിളിക്കുക. മോനെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമല്ലോ. അമ്മയാണല്ലോ വിളിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടും ഇല്ലല്ലോ. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി വിളിക്കുന്നത്. ബാക്കിയുള്ളവൻ്റെ നെഞ്ച് തീ കോരിയിട്ടിട്ട് അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക നാശം പിടിക്കാനായിട്ട്. എന്തായാലും അഭി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ അമ്മേ, അവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ ചോദിച്ചു, അപ്പോൾ ഇവിടെ നടന്ന ബഹളമൊന്നും നീ കേട്ടില്ലേ, നീ അറിഞ്ഞില്ലേ? ആ പാല് കുടിച്ചത് മറ്റാരും അല്ല, ഏട്ടത്തിയാ. അവരിപ്പം ജേട്ടനും ആദർശമൊക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. ആ പാല് കുടിച്ചപ്പോൾ നവ്യല്ലേ, അതെങ്ങനെ സംഭവിച്ചു എന്ന് അഭി ചോദിച്ചപ്പോൾ എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ സംഭവിച്ചത് നിനക്കറിയാലോ. പായസത്തിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണ്. അവസാനം അവർക്ക് അത് തന്നെയല്ലേ സംഭവിച്ചത്. ഞാനും പെട്ടുപോയില്ലേ.
അതുപോലെ ഇവിടെയും എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. എടാ നിൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല, എന്ത് പ്ലാൻ ചെയ്താലും നിരാശയാ ഫലം. ഞാൻ എൻ്റെ കുഴപ്പമാണോ? എന്താ അനിയത്തി എന്നും ചേച്ചിക്ക് പാല് കൊടുക്കുന്നൊക്കെ പറഞ്ഞ അമ്മയല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ, 2-3 ദിവസമായിട്ട് ചേട്ടത്തിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പോഷകാഹാരങ്ങൾ കഴിക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇതെടുത്ത് കഴിച്ചു. അത് പണിയാകുന്ന തോന്നണത്. നല്ല വീര്യമുള്ള വിഷമാണല്ലോ അകത്ത് ചെന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് മാത്രം മോനെ ഇത്തിരി ആശ്വാസം. എന്തായാലും 2 ആഴ്ച ഹോസ്പിറ്റലിൽ അവൾ കിടക്കുന്ന ഉറപ്പാ. പക്ഷേ നമ്മുടെ പ്രതീക്ഷയൊക്കെ പോയല്ലോ. അവളുടെ ആ കുഞ്ഞ് പോകുന്ന കരുതി ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തല്ലോ. എന്തായാലും അവളെ സ്നേഹിച്ചത് മാത്രം മെച്ചം. അവളുടെ നേരിയ മാറ്റം പോലും ഇല്ല അല്ലേ? അവൾക്ക് ഒരു മാറ്റവും ഇല്ല. അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്ന് കരുതി അവൾ ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ഇത് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി. നമ്മളെക്കാൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇത് ചെയ്തവളുമാർക്കാ. ഇവിടെ നടക്കുന്നതൊക്കെ അനീതിയും ചേച്ചി മണത്തറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ രക്ഷപ്പെടുന്നത്. ഇനി ഇത് ചെവി അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇതുപോലെ എന്നും നിരാശപ്പെടേണ്ടി വരും. എന്തായാലും അഭി ചെന്ന് ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അഭി അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് ഈ നവ്യെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അതൊക്കെ നവ്യ ഉണർന്നു കഴിഞ്ഞപ്പോൾ ദാ നിൽക്കണോ ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കിട്ട്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് നവ്യ ചോദിച്ചപ്പോൾ നീ ഇവിടെ നടന്ന ബഹളങ്ങളൊന്നും അറിഞ്ഞില്ലേ, എന്താ പറ്റിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. ഹോസ്പിറ്റലിലോ? എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഭയങ്കര വയറുവേദന തലവേദന എന്നാണ് കേട്ടത്. എനിക്കതിൽ വിഷമമുണ്ട്. എന്നാലും പറയുവാണ്, ആദർശേട്ടൻ്റെ നയനയുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയത് നിൻ്റെ അമ്മായി മനഃപൂർവ്വം അയ്യപ്പൻ ശിക്ഷിക്കുന്ന നേരത്തെ എനിക്ക് തോന്നിയതാ. അപ്പോൾ ഇത് ദൈവശിക്ഷയാ? അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഇത് സംഭവിക്കുമോ? ദൈവങ്ങളെ വെച്ചിട്ട് പരീക്ഷണങ്ങൾ നടക്കാൻ പാടില്ല. ഞാൻ ദൈവങ്ങളോട് കരഞ്ഞു പറഞ്ഞിട്ടും ദൈവങ്ങളൊന്നും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു പോലുമില്ല. എന്താടാ നീ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നീ ചിന്തിക്കുന്ന പോലെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം നീ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ എന്ന് നവ്യ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാവിലെ അല്ലേ, എന്തായാലും അവരൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ പോകേണ്ട കാര്യമൊന്നുമില്ല, എന്തോ കഴിച്ചതാണെന്നാണ് തോന്നുന്നത്. അവർ വയറ് കേടാവുന്ന വല്ലതും കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഇവിടെ എന്താ ഉണ്ടാക്കിയെന്തോ എന്നൊക്കെ നവ്യ പറഞ്ഞപ്പോഴേക്കും ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അടുക്കള ഭരിക്കുന്ന നിൻ്റെ അനിയത്തിയാണല്ലോ, അവരറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ. എന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതി മനസ്സറിയാത്ത കാര്യത്തിന് അവളെ പ്രതിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അതിരാവിലെ എഴുന്നേറ്റ് ഭയഭക്തിയോടെ അവൾ പാചകം ചെയ്യുന്നത്, അക്കാര്യത്തിൽ അവൾ എനിക്കൊരു അത്ഭുതമാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കാണോ? എന്തായാലും ഉറക്കം പോയി നീ ആദർശേട്ടനെ വിളിച്ച് കാര്യമൊക്കെ ഒന്ന് തിരക്ക്, ഞാൻ നയനെ ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ല, നീ കിടക്കാൻ നോക്ക്. എൻ്റെ അമ്മായിയമ്മയും അവളുടെ അമ്മായിയമ്മയ്ക്ക് ഒരുപാട് മാറാനുണ്ട്, എന്താച്ചാ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നവ്യയും അഭിയും കിടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിയുടെ നെഞ്ചത്തേക്ക് കൈയെടുത്ത് വെക്കുകയാണ് നവ്യ. അങ്ങോട്ട് മാറ്റി വെക്കാം അങ്ങോട്ട്. എന്തു പറ്റി നിനക്ക്? മാല ഇട്ടേക്കുന്നത് നീ കണ്ടില്ലേ? എന്നിട്ട് നേരത്തെ ഇതൊന്നും ഓർത്തില്ലേ? ചില നേരത്തെ ഓർക്കില്ല, എന്നാലും ഓർമ്മ വരുമ്പോൾ അത് തെറ്റിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നവ്യ തിരിഞ്ഞു കിടക്കുക. ഇതേ സമയം അമ്മ ഐസിയുവിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആദർശാകെ സങ്കടത്തോടു കൂടി പുറത്ത് നിൽക്കുക നയനയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. രാവിലെ 6:30 തന്നെ നിങ്ങളുടെ ഈ കഥ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും കാത്തിരിക്കുക. സി യു അഗെയിൻ. താങ്ക് യു.